സാഹിത്യ അക്കാദമി ഇപ്പോൾ നടത്തുന്ന രണ്ടാമത് അഖിലേന്ത്യാ അന്താരാഷ്ട്രീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു ശില്പശാലയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു ചെറിയ അരമണിക്കൂർ സമയം കൊണ്ട് ശില്പശാലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ശില്പശാല എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് എഴുതിക്കണം, കഥയും കവിതയും നമുക്ക് സാഹിത്യരചനകൾ എഴുതിക്കാനുള്ള ഒരു സൗകര്യം വേണമായിരുന്നു. പക്ഷേ ചെറിയ ഒരു സമയം ആയതുകൊണ്ട് വളരെ വിപുലമായ രീതിയിലൊന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇനിയും സെഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സാഹിത്യപരമായ കഴിവുകളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഈ രചനാ ശില്പശാല ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാഹിത്യ അക്കാദമി നിങ്ങൾക്കറിയാം, കേരളത്തിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ്. കാരണം എപ്പോഴും കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ തോന്നിയിരിക്കുന്നത് അവർക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നല്ല, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൊരു പുസ്തകമായിരുന്നു ടോട്ടോച്ചാൻ, ജനവരിയിലെ കുട്ടി. ആ പുസ്തകം വായിക്കുമ്പോൾ ഇതുമാത്രം പാഠങ്ങളാണ് വലിയവർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കുട്ടികളെക്കുറിച്ച് ആവശ്യിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്രാവശ്യത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ അവാർഡ് നിർണയത്തിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയുടെ ആ ഒരു ലിസ്റ്റ് വന്നപ്പോൾ അതിൽ കൂടി കണ്ണോടിക്കുമ്പോൾ കണ്ട അത്ഭുതകരമായ, അതുപോലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, അതിലെ 10 പുസ്തകങ്ങളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ 10 പുസ്തകങ്ങളിൽ ഒരെണ്ണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെയാണ്, ഇഷാൻ. ആ കുട്ടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് അവൻ ചെറുതായിരുന്നപ്പോൾ എഴുതിയ കഥകളുടെ സമാഹാരമാണ് അത്. അപ്പോൾ വലിയവരോട് കോമ്പീറ്റ് ചെയ്യാൻ തക്ക ലെവലിൽ കുട്ടികൾ അവരുടെ കഥകളുമായിട്ട് മുന്നോട്ടെത്തുന്നു എന്നുള്ളത് ആണ് നമ്മൾ അടിവരയിട്ട് കാണേണ്ട ഒരു കാര്യം. കാരണം എപ്പോഴും ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ആളാണ്. എനിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കുട്ടികൾക്കുള്ള ബാലസാഹിത്യത്തിൻ്റെ പേരിൽ അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ എപ്പോൾ എഴുതുമ്പോഴും മനസ്സിൽ വിചാരിക്കുക, ഇത് കുട്ടികൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ വലിയവരുടെ നിന്ന് വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ഇഷാൻ്റെ ബുക്ക്, ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്തെ തോട്ട്സ് വായിക്കുമ്പോൾ, അതിനകത്തെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഞങ്ങൾ വലിയവർ ചിന്തിക്കുന്നതിൽ നിന്ന് എത്ര വ്യത്യാസമായിട്ടാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. കുട്ടികളുടെ ലോകം, അവരുടെ കാഴ്ചകൾ എല്ലാം വളരെ ഡിഫറെൻ്റാണ്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ബാലസാഹിത്യത്തിൻ്റെ അവാർഡുകൾ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ പാനലിൽ കുട്ടികളുടെ ഒരു ജഡ്ജിങ് കമ്മിറ്റി വേണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് കുട്ടികളാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ശില്പശാല എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ പേര് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, കവിതയും കഥയെയും ശാസ്ത്രത്തെയും എല്ലാം കുറിച്ച് ഒരിക്കലും നിൽക്കരുത്. കാരണം ഇവിടെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് നേടുകയും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നേടുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രാക്ഷനുള്ള സമയം ഞങ്ങൾ തരുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ തിരുത്താം, നിങ്ങൾക്ക് ഞങ്ങളോട് സജഷൻസ് പറയാം, എല്ലാത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ ക്യാമ്പയിൻ പങ്കെടുക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് ഫ്രണ്ട്സായിട്ട് തിരിച്ചു പോവുക എന്നുള്ളത് കൂടെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരേ ഒരു ക്യാമ്പിലേ പങ്കെടുത്തിട്ടുള്ളൂ. അത് പണ്ട് ഗൃഹലക്ഷ്മി പത്രപ്രവർത്തക പരിശീലന ക്യാമ്പ് നടത്തി. അന്ന് MDയുടെ ഡയറക്ഷനിലാണ് ക്യാമ്പ് നടന്നത്. 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. അപ്പോൾ അന്ന് പരിചയപ്പെട്ട ഒരുപാട് പേര് ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ വന്ന് കൈപിടിച്ച് സംസാരിക്കാറുണ്ട്. അന്ന് നമ്മൾ ഒന്നിച്ച് ക്യാമ്പിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ
നമുക്കൊരു ക്യാമ്പ് നടത്തുമ്പോൾ അതിലെ എല്ലാ നിമിഷങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവണം എന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വാചകം, ഒരു ഓർമ്മ, ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിയുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അന്ന് MD പറഞ്ഞൊരു വാചകം, അതിപ്പോഴും എന്തെഴുതുമ്പോഴും ഞാൻ ഓർക്കാറുള്ള ഒരു വാചകം. MD അന്ന് പറഞ്ഞു, പത്രപ്രവർത്തക പരിശീലന ക്യാമ്പാണ്, ഞാൻ കഥ എഴുതണോ പത്രപ്രവർത്തകയാവണോ എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അത് അദ്ദേഹം പറഞ്ഞു, ലോറികളിലെ ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ഒരു ആർട്ടിക്കിളിലുള്ള ഒരു വകുപ്പാണ്. അപ്പം നമുക്ക് എന്തിനെ കുറിച്ച് വേണമെങ്കിലും ഒരു കുറിപ്പ് എഴുതാം, ഒരു ലേഖനം എഴുതാം, ഒരു ഫീച്ചർ എഴുതാം. നമ്മളുടെ കണ്ണുകൾ ഷാർപ്പാവണം, നമ്മളുടെ ഒബ്സർവേഷൻ ഷാർപ്പാവണം എന്നേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഞാൻ ഇപ്പോൾ ഏത് ലോറി പോകുമ്പോഴും, ഇപ്പോൾ ലോറികൾ കഴിഞ്ഞ് ബസ്സുകളിലൊക്കെ ഒരുപാട് ചിത്രക്കാഴ്ചകളുള്ള സമയമാണ്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഞാൻ MDയാണ് ഓർക്കുക. എന്ത് എഴുതുമ്പോഴും ഞാൻ MD ഓർക്കാറുണ്ട്. കാരണം ആ വാചകം എൻ്റെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ എന്ത് വേണമെങ്കിലും എഴുതാം, അത് ആ പ്രസന്റേഷൻ്റെ രീതിയാണ് അതിനെ മികച്ചതാക്കുന്നത്, വേറിട്ടതാക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മനസ്സിൽ പഠിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയാൽ അതാണ് ഈ ക്യാമ്പിൻ്റെ വിജയം എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ ഈ ക്യാമ്പിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കൂടിയും ഒരു സെഷൻ വയ്ക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം താരേ സമീൻ പേ എന്ന് പറയുന്ന സിനിമയാണ്. അതിനകത്തെ ഡിസ്ലെക്സിയ ഉള്ള കുട്ടി, ആ കുട്ടിയുടെ വളർച്ച, ഉയർച്ച, കാരണം അവർക്ക് ഏതൊക്കെയോ മേഖലകളിൽ വളരെ ടാലൻറ്റഡാണ് അവർ. അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. പിന്നെ അത്തരം കുട്ടികളെയും നമ്മളുടെ ഒപ്പം ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരെ നമ്മൾ കാരുണ്യത്തോടെ സ്നേഹത്തോടെ ചേർത്ത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എപ്പോഴും ഞാൻ ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്, മയിൽപ്പീലി സ്പർശം എന്ന് പറയുന്ന അഷിതയുടെ ബുക്ക്. അതിൽ ഒരു പോർഷൻ ഉണ്ട്, അത് ഞാനൊന്നിവിടെ വായിക്കാം. അത് കുറച്ച് നാൾ മുമ്പ് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുട്ടികളെക്കുറിച്ചുള്ള ഒരു സാധാരണ ലോകത്തിൻ്റെ കൺസെപ്റ്റാണിത്. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ആരും മറുപടി തരികയില്ല. കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ലോകത്തിന് താല്പര്യം. അത് ചെയ്തുവോ, ഇത് ചെയ്തുവോ, അതെന്തിനു ചെയ്തു, ഇതെന്താ ചെയ്യാഞ്ഞത്, അങ്ങനെ 1000 ചോദ്യങ്ങളുടെ വാൾത്തലപ്പിലൂടെയാണ് ഓരോ കുട്ടിയും ഓരോ ദിവസവും താണ്ടുന്നത്. ചെറിയ കുട്ടികൾക്ക് ദേഷ്യപ്പെടാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ ഒക്കെ എവിടെ സ്വാതന്ത്ര്യം? അതൊക്കെ വലിയവർക്കുള്ളതല്ലേ. ചെറിയ കുട്ടികൾക്ക് ദേഷ്യപ്പെടാൻ അറിയുക പോലുമില്ല, കരയാൻ മാത്രമേ അറിയൂ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തെയും കുട്ടികൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാനടക്കം, ഞാൻ എഴുതുന്ന ആളാണ്, എനിക്ക് കുട്ടികളെക്കുറിച്ച് വേറിട്ടൊരു വിഷൻ ഉണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ എൻ്റെ മകനോടടക്കം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുകയും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതെന്തിനാ അങ്ങനെ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു മട്ടുകാരി തന്നെയാണ്. ഈ ചിന്തകളൊക്കെ നമുക്ക് പിന്നെ വരുള്ളൂ. നിങ്ങൾ വളരെ ചെറിയ കുട്ടികളാണ്, നിങ്ങൾ എന്തിന് ലോകത്തെ ചോദ്യം ചെയ്യുന്നു എന്ന ഒരു ധാരണ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ലോകം നിങ്ങളോട് കാണിക്കുന്നത്. അതിന് ഒരു മാറ്റം എന്നുള്ള നിലയിൽ നിങ്ങൾക്കിവിടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്തിനെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് സജഷൻസും പറയാം. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളിപ്പോഴും വളരെ ഗൗരവത്തിലാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെല്ലാം ഇരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ടും ആരും ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇത് നിങ്ങളുടെ ക്ലാസ് റൂമല്ല, ക്ലാസ് റൂമിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വഴിയാണിത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കാറ്റും വെളിച്ചവും തരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ക്യാമ്പ് കഴിഞ്ഞാലും
നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ക്യാമ്പിനെക്കുറിച്ച് സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എത്തരം പുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടം എന്ന് പറയുക. നിങ്ങൾക്കത് വായിക്കാൻ നേരം കിട്ടുന്നുണ്ടോ എന്ന് പറയുക. നിങ്ങൾക്ക് ഈ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വർത്തമാനം പറയാം. അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻട്രാക്ഷൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. അതാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ക്യാമ്പിലേക്ക് കടക്കാം. ഓക്കെ. അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ അനുഭവം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആ അനുഭവങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നുള്ളതിലാണ് ഒരു സാഹിത്യം, ഒരു രചനാശില്പം എന്താണെന്നൊരു എന്താണ് അതിന് പറയുക, ഒരു മാർഗം നമുക്ക് മുന്നിൽ തുറന്ന് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാഴക്കുല എല്ലാവരും കാണുന്നുണ്ട് അല്ലേ, എല്ലാവർക്കും പരിചിതമാണ് വാഴക്കുല. പക്ഷേ വൈലോപ്പിള്ളി കണ്ടപ്പോൾ അതൊരു മലയാളത്തിലെ ഒരു വിശ്വസ്തമായ ഒരു കവിതയായി മാറി. നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ, ആ വീക്ഷണം, ആ വാഴക്കുലയോടുകൂടി അത് കണ്ടത്, ആ ഇതിലോടുകൂടി നമ്മുടെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിൽ എന്നേന്നും ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. ഇനി മലയാളത്തിൽ മാത്രമല്ല, നമുക്ക് വിശ്വസാഹിത്യത്തിൽ പോയാൽ ഒരു ഉദാഹരണം മാത്രം പറയാം. അന്നാ കരീനീന. അന്നാ കരീനീന ആരാ എഴുതിയറിയോ? അന്നാ കരീനീന അറിയില്ല. ലിയോ ടോൾസ്റ്റോയ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് ട്രെയിൻ ഒരിടയ്ക്ക് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എന്താ സംഭവം? ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നു. കുറേ നൂറുകണക്കിന് ആളുകൾ, ട്രെയിനിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ സ്ത്രീയെ കണ്ടു. പിന്നെ ലിയോ ടോൾസ്റ്റോയ് ആലോചിച്ചു, എന്തിനായിരിക്കും ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തിരിക്കുക? തീർച്ചയായിട്ടും സാമ്പത്തിക പ്രശ്നമല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. കാരണം അതിൻ്റെ അവരുടെ വേഷവിധാനങ്ങളും പിന്നെ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ നോക്കിയാൽ എന്താണ്, ദാരിദ്ര്യം കൊണ്ടല്ല ആത്മഹത്യ ചെയ്തത്. പിന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായിരിക്കും അത് അദ്ദേഹം മനസ്സിൽ കണ്ടു. അത് യഥാർത്ഥമായ ആവശ്യം കാരണമാണോ അല്ലയെന്നറിയില്ല. പക്ഷേ മനസ്സിൽ ഒരു സ്ത്രീ ആത്മഹത്യൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു രചനയായി മാറി. അത് ഇന്ന് ലോകപ്രശസ്തമായ രചനയായി മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാകുന്നുണ്ട്. ആർക്കും ഏത് വ്യക്തിക്കും ജീവിക്കുന്നുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാവും. എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഓരോ അനുഭവത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു, അതെങ്ങനെ പകർത്തുന്നു, അതിന് എന്തെല്ലാം ഭാവന നൽകുന്നു, അവിടെയാണ് സാഹിത്യം ഉദയം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 9 വർഷമായി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. കുട്ടികൾക്ക് വേണ്ടി നല്ല രചനകൾ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള നല്ല പുസ്തകങ്ങൾ കുറഞ്ഞ ചിലവിൽ നന്നായി അച്ചടിച്ച് കൊടുക്കുക. കൂടാതെ തളിരെന്നുള്ളൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് എല്ലാ മാസവും. സുഗതകുമാരി ടീച്ചറാണ് അത് ആദ്യം സ്ഥാപിച്ചത്. ഇപ്പോൾ ഞാൻ കുറേ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും ക്യാമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു 2 മാസം മുമ്പ് ഒരു നടത്തിയ ക്യാമ്പ് എനിക്ക് ജീവിതത്തിൽ എനിക്ക് വലിയൊരു അനുഭവമുള്ള കാര്യമാണ്. തുറന്നു പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിൽ പങ്കെടുത്ത കുട്ടികൾ കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മഹിളാ സമഖ്യ എന്നുള്ള സ്ഥാപനം നടത്തുന്ന കുട്ടികളുടെ ശില്പശാലയാണ്. ഒരു ജില്ലയിൽ നിന്ന് 3 കുട്ടികളാണ് വന്നത്. അങ്ങനെ 24 കുട്ടികളാണ് പങ്കെടുത്തത്. ഈ കുട്ടികൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വഴിയില്ലാതെ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ, ജീവിക്കാൻ വഴിയില്ലാതെ പിന്നെ ഒരു പട്ടികവർഗ കുട്ടികളെ സർക്കാരിൻ്റെ ഒരു പ്രത്യേക കാര്യമാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം. അങ്ങനെ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സ്ഥാപനമാണ് മഹിളാ സമഖ്യ. അവരാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഈ കുട്ടികൾക്ക് ഒരു ക്യാമ്പ്, ഒരു ശില്പശാല നടത്തണം, കഴിയുമെങ്കിൽ 2-3 ദിവസം ആയാൽ കൊള്ളാം. അവർക്ക് ഭക്ഷണം കഴിക്കുന്ന കഴിവില്ലാത്ത കുട്ടികൾ, വീട്ടിൽ അങ്ങനെ യാതൊരു കഴിവില്ലാത്ത കുട്ടികൾ
ഇവർ പിന്നെ മഹിളാ സമുഖ്യം ഏറ്റെടുത്തുകൊണ്ടാണ് അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അവർക്ക് ജീവിതത്തിൽ ഏത് കുട്ടിയേക്കാളും എന്താണ് ജീവിതാനുഭവങ്ങൾ വളരെ വലുതാണ്. ഒരു 3 ദിവസത്തെ ശില്പശാലയിൽ 2 ദിവസം അവർക്ക് പിന്നെ ക്ലാസ്സൊക്കെ കൊടുക്കും. 3-ാമത്തെ ദിവസം അവരുടെ രചനകൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. രചന എന്ന് പറഞ്ഞാൽ കവിതയാവാം, കഥയാവാം, പിന്നെ എന്തനുഭവം തിരക്കില്ല, അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. എത്ര നല്ല കവിതകളാണ്, എത്ര നല്ല കഥകളാണ് അവർ എഴുതിയെന്നറിയോ. അത് ഞങ്ങൾ തടലിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ കഥകൾ മാത്രം ഒരു പുസ്തകം, കവിതകൾ മാത്രം ഒരു പുസ്തകം, അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, എല്ലാവർക്കും ഉള്ള ആ വിധങ്ങളും പിന്നെ വളരെ രീതിയിൽ പിന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ മാത്രമല്ല, വായിക്കുമ്പോൾ നമുക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ വാഴക്കൊലയായാലും മറ്റ് മലയാളത്തിലെ സാഹിത്യത്തിലെ പുസ്തകങ്ങളാണെങ്കിലും ഇനി പിന്നെ വിദേശ ഭാഷയിലെ പിന്നെ മലയാളത്തിലും കിട്ടുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ റഷ്യൻ നാടോടി കഥകൾ, അങ്ങനെയുള്ള കഥകളൊക്കെ പിന്നെ മലയാളത്തിൽ ലഭ്യമാണ്. അത്തരം പുസ്തകങ്ങൾ വായിക്കുക. അതാണ് അനുഭവങ്ങൾ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ വഴി. അപ്പോൾ നമ്മൾ ജീവിതാനുഭവം ചിലപ്പോൾ വളരെ മിക്കവാറൊക്കെ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ വായനയിലൂടെ കിട്ടുന്നത് വലിയൊരു അനുഭവമായിരിക്കും. അതായത് ആയിരക്കണക്കിന് ആളുകളെ പരിചയപ്പെടുത്താനുള്ള ഒരു നോവൽ വായിച്ചാൽ 5, 10, 15 ആൾക്കാരെ അല്ലെ അതിലേറെ ആൾക്കാരുടെ ജീവിതം പരിചയപ്പെടാൻ കഴിയും. അങ്ങനെ ഓരോ ദിവസവും വായിക്കുന്നിടത്തോളം നമുക്ക് കൂടുതൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വന്തം ജീവിതാനുഭവം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതാനുഭവം കൂടി പഠിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭാവന ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ രചന നടത്തുക. രചന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തും ആവാം, കഥയാവാം, കവിതയാവാം, മറ്റ് ലേഖനങ്ങളാവാം, മറ്റു വിധത്തിലൊക്കെ ആവാം. പക്ഷെ ആ രീതിയിൽ ഒരു സ്ഥാനം നേടാൻ നിങ്ങൾ ശ്രമിക്കുക. കുറേ കവിതകളും എഴുതി അങ്ങ് മുമ്പ് കാലത്തുള്ള കുട്ടികൾക്ക് സ്വഭാവമുണ്ട്, എഴുതിയാൽ ആരും കാണിക്കില്ല, ഇത് മോശമാണോ ഇല്ലയോ എന്നറിയില്ല, ഉറപ്പില്ല. അതുകൊണ്ട് ഒരാൾ കാണിക്കാൻ മടിയാണ്. ഞാൻ എഴുതിയൊരു കഥയാണിത്, ഞാൻ എഴുതിയ കവിതയാണിത് എന്ന് പരിചയപ്പെടുത്താൻ, ഒരാൾക്ക് കൊടുക്കാൻ, ഒന്നിച്ചുള്ള കുട്ടികൾക്ക് പോലും കൊടുക്കാതെ അങ്ങനെ കുറേ നശിച്ചു പോയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് കുറേ കൂടി ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു സൗകര്യം കൂടി ഉണ്ട്. ഇപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ആരും നോക്കണമെന്നില്ല, സ്വന്തം വാട്സപ്പിൽ കവിത എഴുതുക, അത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അങ്ങനെ അത് നല്ലതാകുമ്പോൾ അവർ കുട്ടികളും അങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കോളും. അപ്പോൾ പണ്ടത്തെ കാലത്തല്ല, ഇന്ന് നല്ല സൗകര്യമുണ്ട്. പണ്ട് കാലത്ത് ഒരു പുസ്തകം അച്ചടിക്കാൻ, ഒരു കവിത അച്ചടിക്കാൻ സാധ്യമല്ല. സാധാരണ കുട്ടികൾക്ക്, പുതിയ ഒരു കുട്ടിക്ക് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കാനോ ഒന്നും യാതൊരു സാധ്യതയില്ല. ഏതെങ്കിലും അടുത്ത കുട്ടികൾക്കൊക്കെ വായിക്കാൻ കൊടുക്കുക അതിൽ കവിഞ്ഞ് ഒരു സാധ്യതയില്ല. പക്ഷെ ഇങ്ങനെയല്ല, ഇന്ന് സ്ഥിതി ആകെ മാറി. അതായത് രചനയ്ക്കുള്ള നല്ല സൗകര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എഴുതുന്ന രചനകളൊക്കെ വായിച്ചാൽ മറ്റുള്ളവരെ ആകർഷിക്കണം, ഇഷ്ടപ്പെടണം. ആ രീതിയിൽ രചന ഉണ്ടാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നല്ലൊരു തുടക്കമാവട്ടെ. മുമ്പ് തുടങ്ങിയ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, കുറേ പേരൊക്കെ എഴുതിയിട്ടുണ്ടാകുന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പിന് വരില്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്യാമ്പ് കുറേ കൂടി ഊർജ്ജസ്വലമാക്കാൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഭംഗിയായി നിൽക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഇനി നിങ്ങൾ കുട്ടികൾക്കുള്ള അവസരം കൂടി തരാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാം. ഒരു മൈക്ക് കൊടുക്കാൻ, പേര് പറഞ്ഞ് സ്ഥലം പറഞ്ഞ് നിങ്ങളുടെ രചനയുടെ ഇത് എന്നൊക്കെ ചെയ്തു കഴിഞ്ഞു, എത്ര പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയാം. എൻ്റെ പേര് അനക്, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എനിക്ക് സൗഗന്ധി എന്ന പുസ്തകത്തിലും നിർമാല്യം എന്ന പുസ്തകത്തിലും ഉപാസന സാംസ്കാരിക വേദിയുടെ കഥ എന്ന പുസ്തകത്തിലും ഭാഗമാക്കാൻ സാധിച്ചു. ഉപാസന സാംസ്കാരിക വേദിയുടെ മാധവ മുരളി പുരസ്കാരം എനിക്ക് ലഭിച്ചു. അതിലെല്ലാം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കഥയും കവിതയും എല്ലാം എഴുതുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ആ. എത്ര പുസ്തകങ്ങൾ? ഞാൻ എൻ്റെ 32 കവിതകളടങ്ങിയ ഒരു കൊച്ചു പുസ്തകം കട്ടുറുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യെസ്, എല്ലാവരും കട്ടുറുമ്പിനെ കാണുന്നതാണ്. നിങ്ങളെല്ലാവരും കട്ടുറുമ്പിനെ കണ്ടവരാണ്, കാണുന്നവരാണ് കേട്ടോ. അദ്ദേഹം നല്ല ഒരു കഥ, അതായത് കഥയാണോ കവിതയാണോ? കവിത കവിത എഴുതിയിരിക്കുന്നു. നോക്കൂ, നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ കാണുന്ന അനുഭവങ്ങൾ അത് മറ്റവരൊക്കെ കാണുന്നത് ശരിയാണ്, പക്ഷേ നിങ്ങളുടേതായ ഭാവനയിൽ അതിനെ വളർത്തിയെടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയലപ്പള്ളിയുടെ രചന വാഴക്കുഴി എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണ് മലയാളത്തിലെ ഏറ്റവും മികച്ച രചനകളിലൊന്നായി മാറ്റി. യെസ്, ഇനി അടുത്തയാൾ. എൻ്റെ ഒരു കവിത ഞാൻ ചൊല്ലാം. ഞാനൊരു പൂവായിരുന്നെങ്കിൽ പൂമണം വിതറിയേനെ, ഞാനൊരു കിളിയായിരുന്നെങ്കിൽ പാറിക്കളിച്ചു നടന്നേനെ, എങ്കിലും അതിലും സുന്ദരം ഞാനായിരിക്കുന്നു. യെസ്, ഓക്കെ. ഈ സെഷനിൽ ഇനി 1-2 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇനി പ്രതികരിക്കാനുണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഷോർട്ട് പീരീഡേ ഉള്ളൂ ഇല്ലേ, അതുകൊണ്ട് ഒരു ഇനി ശില്പശാലയ്ക്കൊക്കെ ഇനി വരുന്ന സെഷനുകളിൽ ഇവർക്ക് പ്രതികരിക്കാവുന്നതാണ്. ഒരു സെഷൻ മാത്രമല്ലേ ഉള്ളൂ, ഇനി അടുത്ത സെഷൻ വരണ്ടേ? യെസ്, ഇനി ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ആഗ്നേയ്. യെസ്. ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്, കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പുസ്തകങ്ങൾ കളക്ഷൻ ഉണ്ട്, 800 പുസ്തകങ്ങളുടെ മീതെ, മലയാളം ഇംഗ്ലീഷായിട്ട്. ഞാൻ ഈ യാത്രയ്ക്ക് പോയ യാത്രാവിവരണമൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് കൊണ്ടുവന്നുണ്ട്, അതിൻ്റെ ഒരു കോപ്പി ആയിട്ട്. സന്തോഷം, അഭിനന്ദനം അറിയിക്കുന്നു. സമയമായോ? പുസ്തകത്തിൻ്റെ എൻ്റെ കൊടൈക്കനാൽ യാത്രയുടെ പുസ്തകം. ഹലോ, എൻ്റെ പേര് സ്നേഹ. ഞാൻ കാളിന് സ്കൂളാണ് പഠിക്കണത്. ഞാൻ കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ഓക്കെ, വളരെ നന്ദി. സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.